guys. Assalamualaikum. Welcome back to our channel. നമ്മള് കുറെ കാലത്തിന് ശേഷമാണ് നമ്മള് വീഡിയോ ഇടുന്നത്. കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു എന്താ വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഇടാത്ത. അപ്പൊ ഇന്ന് ഞങ്ങള് വിചാരിച്ചു എന്തെങ്കിലും ഒരു പുതിയ വീഡിയോ ഇടാം. അപ്പൊ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് ഒരു ചലഞ്ച് വീഡിയോ ഞങ്ങൾ കുക്കിംഗ് ചലഞ്ച് അല്ലേ? അത് ട്വിസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു കുക്കിംഗ് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയില്ല. ഫ്ലോപ്പ് ആയിരിക്കും. മൂന്നേർ കുക്കിംഗ് കേട്ട് ഒരു പരിചയം. ഗെയിമിന്റെ പേര് എന്താണെന്ന് വെച്ചാല് Blind, deaf, മ്യൂട്ട് ചലഞ്ച് ആണ്. കുക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരാൾക്ക് ചിലപ്പോൾ ബ്ലൈൻഡ് ആയിരിക്കും, കണ്ണ് കെട്ടിയിട്ട് ഒന്നും കാണാൻ പറ്റില്ല. ഒരാളെന്ന് വെച്ചാൽ ഈ ചെവിയിൽ ഇയർ ഇയർ പോട് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഒരാൾക്ക് എന്തായിരിക്കും മ്യൂട്ട് വായ പൊത്തിയിട്ടായിരിക്കും, അവൾക്കൊന്നും പറയാൻ പറ്റില്ല ഒരാൾക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു ചലഞ്ച് ആണ് ചെയ്യുന്നത്. എന്താവോ എന്തോ ഒരു നമ്മൾ ഇത് ലോട്ട് എടുത്ത് ഇടാൻ പോവാണ്. 3 പേരാളുള്ളത്, 3 ലോട്ട് ഉണ്ട്. എന്തിൽ ബ്ലൈൻഡ് ഉണ്ടാവും, ഡഫ് ഉണ്ടാവും, മ്യൂട്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് നടക്കണം. എനിക്ക് കിട്ടിയത് മ്യൂട്ട്. പിന്നെ കാണില്ല, പക്ഷെ തരല്ല. ഞാൻ മ്യൂട്ടാണ് കണ്ടു ബോക്സ് മ്യൂട്ട്. അപ്പൊ നമുക്ക് ഫ്ലോപ്പ് ആവാൻ പോകുന്ന ട്വിസ്റ്റഡ് കുക്കിംഗ് ചലഞ്ച് കാണാം. മറ്റേ ടീംസ് ഇവിടെ ഉണ്ട്. എന്താ വെച്ചാല് മ്യൂട്ട് ഞാനാണല്ലോ. അപ്പോ ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് നമ്മൾ ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എഴുതിട്ടതിനെ ചാർക്കൽ ഇങ്ങനെ ഉണ്ടാക്കി എന്താണെന്ന് അറിയില്ല. യൂട്യൂബ് കണ്ട് എഴുതി വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി കണ്ടെത്തുന്നത് എന്റെ പണിയാണ്. നമുക്ക് കിട്ടിയിട്ടുള്ളത് കാരമൽ ബ്രെഡ് പുഡിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് പോലും അറിയില്ല നമുക്ക് തുടങ്ങല്ലേ. ഹായ് പറയൂ. ഇവിടെ ഇങ്ങോട്ട് ഞാൻ ഇനി മ്യൂട്ട് ആവാൻ പോകണം ഗൈസ്. അപ്പൊ ഞാൻ ഇവർക്ക് എന്താണെന്ന് അറിയില്ല ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ മ്യൂട്ട് ആവാൻ തുടങ്ങല്ലേ? ഇവിടെ ക്യാമറ സോറി. എന്താ ഞാൻ പറയുന്നത്? എന്നോടാണോ? അയ്യോ ഉണ്ടാതിരിക്കാനോട്. ബ്രെഡ് 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 സ്ഥലം കള്ളത്തരാണ്. ഒക്കെ ബ്രെഡ് എടുത്തിട്ട് വരാം. എനിക്ക് പേടിയാവുണ്ട്. എനിക്ക് പേടിയാവുണ്ട്. പറഞ്ഞെടുക്ക. എന്ത് കട്ട് ചെയ്യാ? നല്ല ബ്രെഡിന്റെ മണം. ശരി. ഐഷു ഔട്ട്ലൈൻ ഒക്കെ കട്ട് ചെയ്യണം. ബ്രെഡിന്റെ ബ്രൗൺ കളറൊക്കെ കട്ട് ചെയ്യാം. ഓക്കെ. എനിക്കില്ലേ ഒരു കട്ടിംഗ് ബോർഡും കത്തിയും തരുമോ? അതൊക്കെ മൂർച്ചളൊന്നും വേണ്ട. എവിടെ ഐഷു മുണ്ടാതിരിക്കാനോട്. ഇവിടെ ഇങ്ങോട്ട് ഇവിടെ പോയിക്കാളുന്നു. കട്ട് ചെയ്തു ഞാൻ ഇവിടെ. ഓക്കെ അടിപൊളി. പൊന്നാൻ യശോദ. ഇതിനെന്നും കട്ട് ചെയ്യണം. ഐഷു ഇതിനും ചെറിയ ഐഷു ഇതിനെ ചെറിയ പീസായി കട്ട് ചെയ്യണം. കത്തിയോട് ചെയ്യേ സാരല്ല. ഇതെന്ത് ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട. അടുത്തത് പാല്. ഐഷു പാലെടുക്ക് ഫ്രിഡ്ജിൽ പോയിട്ട്. ഇവിടെ ഇല്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല. ഈ സാധനം ഉണ്ടായിട്ട് എനിക്ക് മനസ്സിലാവും. ഈ സൈഡിലേക്കും ക്യാമറ. മിൽക്ക് ഓക്കെ. ഞാനാ ചെയ്യണ്ട്. കണ്ടോ? ഇതെന്താ? ഇതൊക്കെ വെള്ളം പാല് ഇക്കണം. ഇതൊക്കെ ഐഷോ പാല് ഇതൊക്കെ വയ്ക്കണം. ഇതൊക്കെ ഓക്കെ. പാത്രം ഞാനല്ലേ ഇക്കണ്ട്. എനിക്കറിയാട്ടോ. ഞാൻ പിന്നെ എന്തിനാ ദഹിക്കണേ? എനിക്കെന്നാ ഡഫായി കൂടെ? എനിക്കൊക്കെ ചെയ്യാലോ. ജലദോഷം പിടിച്ചു കൊടുന്നോ? ഒന്നും കാട്ടൂല. ട്രസ്റ്റ് മീ. Why are you? അടുത്തത് ഷുഗർ ആണ് ഇടാൻ പോണേ. പഞ്ചാര. വാ വിടണോ? ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ല.
ഗൈസ് പാലിതാ തിളക്കാനായിട്ടുണ്ട്. അതെ. അപ്പൊ നമുക്ക് ഐശ്വര്യ വിളിച്ചിട്ട് വരാം. ഇതാണോ അളക്കണോ? ഇവിടെ തന്നെ അല്ലേ? A few moments later. തിളക്കണ്ട്. ഈ പാലെടുത്ത് ബ്രെഡിക്ക് ഒഴിക്കണം. ഓക്കെ, അങ്ങനെ എവിടെ? അതാണ് അടുത്ത ടാസ്ക്. ഇവിടെ ക്യാമറ എവിടെ? ഗൈസ് അപ്പൊ ഒരു കാണില്ലേ ക്യാമറയിൽ കുറച്ചും കൂടി ഇരിക്കുക കാണിക്കാനേ. നമ്മള് പാവങ്ങള് നമ്മളിവിടെ ഒറ്റക്ക് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു ഇതുമില്ല. ഓളിപ്പോ കാരമൽ, ബ്രെഡ്, പാല്, പഞ്ചസാര, കാരമൽ എവിടേക്കോ എന്തെങ്കിലും ഒരു ഇതുണ്ട്. റെഡിയാണോ? കുറച്ച് വിട്ടു നല്ല പാട്ട് ഇന്ത്യ ചെവിന്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. ഇത് കാരമലല്ലേ? ഇത് കാരമലല്ലേ? കാരമൽ വെള്ളയിക്കോ? ഇതിപ്പോ എന്താണ് പഞ്ചസാര വെള്ളയില്ലേ? അതാണ്ടാക്കണേ. എനിക്കൊന്നും അറിയില്ല. എന്നോട് പറഞ്ഞോ നീയാക്കിക്കൊണ്ട് തോന്നണോ? എന്നോട് പറഞ്ഞോ ഇങ്ങനെ നിൽക്കാം. വെക്കാണ്ട് എന്നോട് പറഞ്ഞു. എന്നോട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. 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 ഞാൻ കഥയൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ ഗൈസ് ഞങ്ങള് ഇവിടെ ഉണ്ടാക്കുമ്പോ ഞാൻ അവിടെ വന്നിരിക്കുമ്പോ മിയാന്റെ കുറച്ച് കഴിയില്ല. എനിക്ക് വെള്ളം ഒഴിക്കണം പറഞ്ഞിരിക്കണം. എന്നിട്ട് എനിക്ക് എന്താ വെള്ളം ഒഴിച്ചിട്ട് അത് ആകപ്പാടെ എന്താ കട്ട വെള്ള കളറിലായി അതവിടെ സിങ്ക് കൊണ്ടിട്ട് ആഗ്രഹിച്ച സാധനം ഇതാണ് അവസ്ഥ. കളർ ഓറഞ്ചും ഈ കാരമലിന്റെ കളർ നിങ്ങൾക്ക് ഒരേപോലെ ആയതുകൊണ്ട് മനസ്സിലാവുണ്ടാവില്ല. ഇതാണ് ക്യാമറ ഓണാക്കി ഒരു പൊയ്ക്കുന്നു. പറഞ്ഞത് മുട്ട പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വാനില എസൻസ് ഇട്ടിട്ട് വെക്കാനാണ്. മുട്ട പ്ലസ് വാനില എസൻസ്. ഉപ്പ് വേണോ? ഇത് വാനില ഒരു ഇത് തരുമോ? എന്തേലും മുട്ട പൊട്ടിച്ചിടണം. അപ്പൊ ഉപ്പിട്ടോ? ഉപ്പ് അറിയില്ല. മുട്ടന്നല്ലേ പൊട്ടിക്ക് കൈ കൂടെ ഇങ്ങനെ ആക്കണ്ടേ? മതി. വാനില എസൻസ് മുട്ട കൈ പോയി വാഷ് അവിടെ കൈ എടുക്കണോ? എവിടെ ഇതൊക്കെ കഴിക്കണ്ടേ? എന്തൊക്കെയാണ് ഗൈസ് ഇവിടെ ഉണ്ടാവും എനിക്കറിയില്ല. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. പോലെ എന്തൊക്കെയാ കട്ടണ്ട്. മുട്ട പൊട്ടിച്ചിടാൻ നമ്മൾ ഇട്ടു. അടിപൊളിയാണ്. അപ്പൊ അതാ എനിക്ക് മിയ ഗ്രന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് മനസ്സിലായി. മിക്സിയിലിട്ട് നമ്മൾക്ക് കാര്യമില്ല. അവർ രണ്ടാളും ഇവിടെ എന്തൊക്കെ ചെയ്യും. എന്നെ അടുത്ത് ഞാൻ അടിച്ചാലോ? എന്താ അവിടെ വെച്ചത്? ഞാൻ അങ്ങനെ പിടിക്കാം. കൊറേ നേരം ചെവിന്റെ ഉള്ളിൽ സോറി ഗൈസ്. നമ്മള് അത് ചെറിയ മിക്സിക്ക് വെച്ചത് അത് നമ്മുടെ ഈ വലിയ മിക്സിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. എന്തോ എങ്ങനെ ട്രാൻസ്ലേറ്റ് പറഞ്ഞാ അടുത്തതൊക്കെ ഇങ്ങനെ കാണാനൊക്കെ പോലെ നമുക്ക് തോന്നൂലേ? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നിന്റെ ഗായ്സ് നമ്മൾ ലാസ്റ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഐശ്വര്യ അവിടെ നമ്മൾ ഒരു ഭാഗത്ത് ഇരുത്തിക്കാണ്. കൊയങ്ങി എന്നൊക്കെ പറഞ്ഞ അവിടെ ഒരു ഭാഗത്ത് പോയി നിൽക്കാണ്. അത് നമ്മള് കാരമലൈസ് ചെയ്ത ഷുഗർ നമ്മൾ ഒഴിക്കാണ്. ഓക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്രിഡ്ജ് വെച്ചാൽ മാത്രം മതി. ഫ്രിഡ്ജ് വെക്ക. അപ്പൊ നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് വരാം ഗായ്സ്. ഒരു മണിക്കൂർ ഫ്രിഡ്ജ് വെക്കണം. അതുവരെ ഞങ്ങൾ കാത്തി വെക്കാം. എന്തോ 1 eternity later. അപ്പൊ ഗായ്സ് എന്തായാലും ഇപ്പൊ ഞങ്ങളെ ആദ്യത്തെ ചലഞ്ചിന്റെ നല്ല അട്ടർ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ ബ്രെഡ് പുഡിങ്ങിന്റെ പകരം ഇവിടെ വന്നിട്ടുള്ളത് കസ്റ്റാർഡ് കാരമല് പായസം. ഞങ്ങളെല്ലാം അടുക്കളയിൽ കയറിയത്.
നീ വേണ്ട നമുക്ക് ഗസ്റ്റ് ഞങ്ങൾ വേറൊരു വക്കുട്ടിന്റെ സത്യം പറ തന്നെ ഓക്കെ നമുക്ക് ഇങ്ങനെ മറ്റേ ഇളനീർ പായസം ഉണ്ടാവുമല്ലോ അതിന്റെ പോലെ കടിക്കാനൊക്കെ കിട്ടിയ നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ ഇടക്ക് കസ്റ്റാർഡിന്റെ മിയാന്റെ ഓരോ സത്യം പറഞ്ഞ എന്തോ ഇതായിപ്പോയി എന്തോ ഫ്ലോപ്പ് ആയി നമുക്ക് കാണില്ല നമ്മൾ ആരും കിച്ചണിൽ കയറാത്തവരാണ് നല്ല ഇഷ്ടമായിട്ടില്ല കഴിക്കല് എന്താ അറിയാം കൊഴിഞ്ഞു വല്ല ഇത് ഫ്ലോപ്പ് ആവുള്ള ആദ്യത്തെ കാരണം എന്താ വെച്ചാൽ നമ്മളെ മിയന്റെ താങ്ക്സ് ഓക്കെ എല്ലാത്തിനും കാരമൽ പുതിയ ചട്ടി വെച്ചിട്ട് കാരമൽ അയ്യാന്ന് പറയലേ നമുക്കിതൊന്നും അറിയില്ല എനിക്ക് അവസ്ഥ ഇപ്പോഴും അറിയാം എന്നിട്ട് ഞാൻ പിന്നെ കണ്ണായി ഞങ്ങൾ മണിക്കൂറിൽ പുതിയ കാരമൽ ഞാനാണ് അത് ഞാൻ മനസ്സിലാക്കണം 12 നമ്മളിപ്പോ കത്തിക്കണം പണിക്ക് നമ്മള് 9 മണി 9 മണി 9 എന്തോ അമ്പലത്തിൽ പ്രസാദം ചോറ് അത് കുടിച്ചു വാ വേണ്ട guys, ഇനി നിങ്ങൾ സന്തോഷം. കാണുമ്പോ നമുക്ക് തോന്നും "ഓ, നല്ല ക്രീമി ആയിട്ട് നല്ല രസമുണ്ടല്ലോ ആർക്കും തോന്നില്ല. അവളെ കുടിക്കുന്ന നിങ്ങൾക്ക് അഥവാ ട്രൈ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളെ ഒരിക്കലും ബാക്കി ഉണ്ടാവത്തില്ല എന്തായാലും തീറ്റണ്ട രണ്ടാമതുണ്ടല്ലോ അനിമേ നമ്മളെ പരിപാടി എവിടെയോ അപ്പൊ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക